2026 മാർച്ച് 11 സിറാജ് എഡിറ്റോറിയൽ. ശാന്തവും സമൃദ്ധവുമായ നേപ്പാൾ പുലരട്ടെ. അയൽ രാജ്യമായ നേപ്പാളിന്റെ രാഷ്ട്രീയ അധികാരത്തിൽ നിർണായക തലമുറ മാറ്റം സാധ്യമാക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. വലിയ പാരമ്പര്യമുള്ള പാർട്ടികളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കി 3 വർഷം മാത്രം പഴക്കമുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി RSP ആധികാരിക വിജയം നേടിയിരിക്കുന്നു. ഹിമാലയൻ രാഷ്ട്രീയത്തിന്റെ അധികാരം ദീർഘകാലം കൈയാളിയ KP ശർമ്മ ഒലി, പുഷ്പകമൽ ദഹൽ, പ്രചണ്ഡ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിഷ്പ്രഭരാക്കി ബാലേന്ദ്ര ഷാ എന്ന മുൻ മേയറും മുൻ റാപ്പറുമായ 35-കാരൻ പ്രധാനമന്ത്രിയാകുമെന്നുറപ്പായി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേരിട്ട് വോട്ടെടുപ്പ് നടന്ന 165 സീറ്റുകളിൽ 125ഉം RSP നേടി. നേപ്പാളി കോൺഗ്രസ് NC 18, CPNU ML 9, നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി NCP 8, ശ്രാം സംസ്കൃതി പാർട്ടി SSP 3 എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന പാർട്ടികളുടെ സീറ്റ് നില. 275 അംഗ പ്രതിനിധി സഭയിൽ പ്രാതിനിധ്യ രീതിയിലാണ് മറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ വനിതകൾ, പ്രത്യേക വിഭാഗങ്ങൾ എന്നിവയ്ക്ക് പ്രാതിനിധ്യം നൽകും. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിന് കീഴിൽ RSP കുറഞ്ഞത് 50 സീറ്റുകളെങ്കിലും നേടാൻ സാധ്യതയുണ്ട്. അതോടെ സഭയിൽ അവരുടെ പ്രാതിനിധ്യം 175 ആയി ഉയരും. ഈ കണക്കുകൾ വ്യക്തമാക്കുന്ന ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നേപ്പാളിൽ അരങ്ങേറിയ ജൻസി പ്രക്ഷോഭത്തിൽ KP ശർമ്മ ഒലി സർക്കാർ കടപുഴകി വീണതോടെ വലിയൊരു രാഷ്ട്രീയ പരിവർത്തനത്തിലേക്ക് രാജ്യം നീങ്ങിയിരിക്കുന്നു. പ്രക്ഷോഭം ഉയർത്തിവിട്ട ജനകീയ വികാരം തികച്ചും പുതിയൊരു രാഷ്ട്രീയ സംവിധാനത്തിനുള്ള മുറവിളിയിലാണ് കലാശിച്ചത്. വലിയ പാരമ്പര്യമുള്ള പാർട്ടികൾ, അത് വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും, അഴിമതിയിലും സ്വജന പക്ഷപാതത്തിലും ദുഷിച്ചിരിക്കുന്നുവെന്നും വൃദ്ധ നേതൃത്വത്തെ ഇനി വിശ്വസിക്കേണ്ടതില്ലെന്നും നവ നേതൃത്വത്തിന്റെ കരുത്തിൽ രാജ്യത്തിന്റെ ഭാവി കുറിക്കേണ്ടതാണെന്നുമാണ് ജനം തീരുമാനിച്ചത്. കാഠ്മണ്ഡുവിന്റെ മേയർ എന്ന പാരമ്പര്യം മാത്രമുള്ള ബാലേന്ദ്ര ഷാ ബാലന്യെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തത് അതിന്റെ പ്രതിഫലനമാണ്. ടെലിവിഷൻ അവതാരകനും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന രബി ലാമിച്ച് 3 വർഷം മുമ്പ് സ്ഥാപിച്ച RSP ടിക്കറ്റിലാണ് ബാലൻ വിജയിച്ചത്. കഴിഞ്ഞ ഡിസംബറിലാണ് അദ്ദേഹം RSPയിൽ ചേർന്നതും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതും. ഥാപ്പ 5 മണ്ഡലത്തിൽ നിന്ന് മുൻ പ്രധാനമന്ത്രിയും CPNUML നേതാവുമായ KP ശർമ്മ ഒലിയെ 1,00,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ഈ മുൻ എഞ്ചിനീയർ പാർലമെന്റിലെത്തുന്നത്. പ്രക്ഷോഭകർ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ഇറക്കിവിട്ട ശർമ്മ ഒലിയെ തന്നെ തിരഞ്ഞെടുപ്പിൽ നേരിട്ട ബാലേന്ദ്ര യുവമുന്നേറ്റത്തിന്റെ സർവ്വസാധ്യതയും ഉപയോഗപ്പെടുത്തുകയായിരുന്നു. 26 സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് KP ശർമ്മ ഒലി സർക്കാർ വിലക്കേർപ്പെടുത്തിയതാണ് പ്രക്ഷോഭത്തിന്റെ പ്രത്യക്ഷ കാരണമെങ്കിലും അഴിമതി, സ്വജനപക്ഷപാതം, സാമ്പത്തിക മുരടിപ്പ്, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം പ്രതിഷേധത്തിന്റെ ഉള്ളടക്കത്തിലുണ്ടായിരുന്നു. 2008 രാജഭരണത്തിന് അന്ത്യം കുറിച്ച് ജനാധിപത്യ റിപ്പബ്ലിക്കായി ഹിമാലയൻ രാഷ്ട്രം മാറിയതു മുതൽ ഒരിക്കൽ പോലും സുസ്ഥിര ഭരണം കാഴ്ചവെക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. 2015 രാജ്യം ഹിന്ദു രാഷ്ട്രം എന്നതിൽ നിന്ന് വിപ്ലവകരമായ പരിവർത്തനത്തിന് വിധേയമായി സമ്പൂർണ്ണ മതേതര രാഷ്ട്രമായപ്പോഴും സാമ്പത്തിക സാമൂഹിക രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കാൻ സാധിച്ചില്ല. മാവോയിസ്റ്റ് ഗ്രൂപ്പുകളും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളും നേപ്പാളി കോൺഗ്രസും വിവിധ സാമുദായിക ഗ്രൂപ്പുകളും മാറി മാറി സഖ്യങ്ങൾ രൂപപ്പെടുത്തുകയും കാലുവാരുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രതിപക്ഷം എന്നൊന്നില്ലാത്ത സ്ഥിതിയായിരുന്നു നേപ്പാളിൽ. ഏത് പാർട്ടിയും ഏത് നിമിഷവും ഭരണകക്ഷിയാകാവുന്ന സ്ഥിതി. പൗരസമൂഹം ആഗ്രഹിക്കുന്ന തിരുത്തൽ പ്രക്രിയ നേപ്പാളിന്റെ രാഷ്ട്രീയ ഘടനയിൽ ഉണ്ടായില്ല. അധികാരപ്രമത്തതയും സ്വജന പക്ഷപാതവും കൊടികുത്തി വാണു. ഇന്ത്യയും ചൈനയും നടത്തിയ ഇടപെടലുകൾക്ക് നടുവിലായിരുന്നു എക്കാലവും നേപ്പാൾ. ഈ ദുസ്ഥിതികളെ മുൻനിർത്തിയാണ് യുവാക്കൾ തെരുവിലിറങ്ങിയത്. ബംഗ്ലാദേശും ശ്രീലങ്കയുമെല്ലാം അവർക്ക് പ്രചോദനമായെങ്കിലും കൃത്യമായ നേതൃത്വമോ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ ഈ സംഘത്തിനുണ്ടായിരുന്നില്ല. പ്രക്ഷോഭത്തിൽ വൈകാരികമായി ഇടപെട്ട് നേതൃത്വത്തിലേക്ക് ഇരച്ചു കയറിയ ബാലേന്ദ്ര ഷാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് നൽകിയത്. നേപ്പാൾ GDP $10,000 കോടി ആളോഹരി വരുമാനം $3,000 ഉയർത്തുമെന്നും 12 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്നുമാണ് RSP വാഗ്ദാനം. നിലവിൽ $4,550 കോടി മാത്രമാണ് DGP. ആളോഹരി വരുമാനമാകട്ടെ $1,447. അതായത് 5 വർഷത്തിനകം DGPയും ആളോഹരി വരുമാനവും ഇരട്ടിയായി ഉയർത്തുമെന്നാണ് വാഗ്ദാനം.
അത്യന്തം ദുഷ്കരമായ കാര്യമാണത്. നേപ്പാളികൾ വൻതോതിൽ ജോലി ചെയ്യുന്ന പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് വലിയ പ്രതിസന്ധിയാണുണ്ടാക്കുക. കാഠ്മണ്ഡു മേയർ എന്ന നിലയിൽ അക്രമാസക്ത കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള നിരവധി ആക്ഷേപങ്ങൾ നേരിട്ടയാളാണ് നിയുക്ത പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ഭരണക്രമം ഒരു നഗരത്തിന് അനുയോജ്യമായിരിക്കാം. രാജ്യം എത്തി നിൽക്കുന്ന സന്നിഗ്ധ ഘട്ടത്തെ മറികടക്കാൻ മാത്രമുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടോ? സന്തുലിതമായ വിദേശ നയവും ആഭ്യന്തര സാമ്പത്തിക രാഷ്ട്രീയ നയവും ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിക്കുമോ? അതോ ഇച്ഛാഭംഗത്തിൻ്റെ പടുകുഴിയിലേക്ക് രാജ്യം എടുത്തെറിയപ്പെടുമോ? ശാന്തവും സമൃദ്ധവുമായ അയൽരാജ്യം പുലരട്ടെ.